എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജിജോ. മലപ്പുറം നിലമ്പൂർ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറാണ്. നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ പേഷ്യൻസിനോടും നമ്മൾ പറയുന്നതാണ് അവരുടെ ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ, ഡയറ്റ് ക്രമീകരിക്കാൻ നമ്മൾ എല്ലാ പേഷ്യൻസിനോടും പറയുന്നതാണ്. ഇപ്പോൾ ഷുഗറുള്ള ആളുകളാണെങ്കിലും തൈറോയിഡുള്ള ആളുകളാണെങ്കിലും ഫാറ്റി ലിവർ ആണെങ്കിലും എല്ലാ പേഷ്യൻസിനോടും നമ്മൾ ഇത് ആവർത്തിക്കാറുണ്ട്. പക്ഷേ പല പേഷ്യൻസും പറയുന്നൊരു പ്രശ്നം വെച്ചാൽ അവർ ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്യും, പക്ഷേ രാവിലെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കും. പക്ഷെ ഉച്ചയാകുമ്പോഴേക്കും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് വിശപ്പ് വരിക. അപ്പം അതിൻ്റെ പ്രശ്നം, അവർക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കുറവുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. പലപ്പോഴും അവർ ഒന്നോ രണ്ടോ, ചിലപ്പോൾ ഒരു ദോശ അല്ലെങ്കിൽ ഒരു അരദോശ അത് മാത്രമായിരിക്കും കഴിക്കുന്നുണ്ടാവുക. പക്ഷേ ആ രീതിയിലാകുമ്പോൾ അവർക്ക് രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്കും അവർക്ക് ഭയങ്കരമായിട്ടുള്ള വിശപ്പ് വരും, അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പം നമ്മൾ രാവിലെ എന്ത് ചെയ്യാം, കഴിക്കുന്ന ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതിന് കൂടെ പ്രോട്ടീനുള്ള ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ രാവിലെ ഒരു 2-3 മുട്ട എഗ് വൈറ്റ് കഴിക്കുകയാണെങ്കിൽ, 2 മുട്ടയ്ക്കാണെങ്കിൽ നമ്മൾ യോക്കടക്കം നമുക്ക് കഴിക്കാം. ആ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ, അതുപോലെ നമ്മളിപ്പോൾ രാവിലെ ഇപ്പോൾ പുട്ടൊക്കെയാണ് കഴിക്കുന്നത് വെച്ചാൽ അതിൻ്റെ കൂടെ കുറച്ച് കടല, ആ രീതിയിലുള്ള പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം നമ്മൾ കൂടുതൽ കഴിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിശപ്പ് വരുന്നത് തടയാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ മസിൽ വേസ്റ്റിംഗ് വരുന്നത് തടയാൻ പറ്റും. അവർക്ക് അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള ആർത്തി, ക്രേവിങ്സ് തടയാൻ പറ്റും. എനർജി, ഇപ്പോൾ എല്ലാ സമയത്തും നല്ല എനർജിയോടുകൂടി നിൽക്കാനും പറ്റും.